എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? ഒരു കാര്യം ഞാൻ ആദ്യമേ ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. താൻ എവിടെ നിന്ന് വന്ന് രാവിലെ കുറ്റിയും പറിച്ച്? ഒരു വാചകത്തിൽ തന്റെ വാചക കസർത്ത് കൊണ്ട് തെറ്റായ കാര്യങ്ങൾ മാത്രമെല്ലാം തൊട്ടു വെച്ച് പോയിരിക്കുകയാണ്. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അതിന് മറുപടി പറയാൻ താങ്കൾ എത്രമാത്രം സമയം അനുവദിക്കുന്ന എനിക്കറിയില്ല. കോൺഗ്രസ് പ്രതിനിധിക്ക് അങ്ങനെ വായിൽ തോന്നുന്നത് വിളിച്ചു പറഞ്ഞാൽ മതി. പക്ഷേ അതിന് ഓരോന്നിന്റെയും വസ്തുത കൃത്യമായി പറയാൻ താങ്കൾ സമയം അനുവദിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അധികാരത്തിലിരിക്കുന്ന വിവിധ ഘട്ടങ്ങളിൽ കേരളത്തെക്കുറിച്ച് ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അത് ആദ്യത്തെ EMS ഗവൺമെന്റ് മുതൽ 57 ഗവൺമെന്റ് വിദ്യാഭ്യാസ നിയമവും അതുപോലെ തന്നെ കളി പഠിച്ചിട്ട് വന്നിരിക്കുകയാണല്ലേ ഭൂപരിഷ്കരണ നിയമവും നടപ്പിലാക്കിയത് മുതലാണ് ആളുകളെ ആട്ടിയോടിക്കുന്നതും കുടിയിറക്കുന്നതും ഒഴിവാക്കി കേരളം മറ്റൊരു നിലയിലേക്ക് മാറിയത്. ഈ പാടിന്റെ പുറകിൽ ഒരുപാട് കഥകളുണ്ടല്ലേ ഈശോ മറിയ ഔസേപ്പേട്ട. ഇന്നും 10,000-കണക്കിന് ഏക്കർ സ്വന്തമായി സൂക്ഷിച്ചു വെക്കുകയും അടിയാളന്മാരായി ജമീന്ദന്മാർ ആളുകളെ കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ഉത്തരേന്ത്യയിൽ നിന്ന് ഈ മനുഷ്യനോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ. നിങ്ങൾ ഭരിക്കുന്നിടത്തു നിന്ന് വ്യത്യസ്തരായ മനുഷ്യരായി ജീവിക്കാൻ മലയാളികൾ കഴിയുന്നത് ഇതുകൊണ്ടെല്ലാമാണ്. മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ 80-ൽ നായനാരുടെ സർക്കാരിന്റെ കാലത്ത് ആദ്യമായി കർഷക തൊഴിലാളിക്ക് പെൻഷൻ കൊടുക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ പെൻഷൻ, ആ പെൻഷനെ നിയമസഭയിൽ എതിർത്തുകൊണ്ട് അന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറഞ്ഞത് എന്താണ്? കർഷക തൊഴിലാളിക്ക് പെൻഷൻ കൊടുത്താൽ കള്ളു കുടിച്ച് കളയുമെന്നാണ്. ആ പെൻഷനാണ് ഞങ്ങൾ വർദ്ധിപ്പിച്ച് 1,600 രൂപയായി വീട്ടിലെത്തിക്കുന്നത്. സമ്മതിക്കണം, നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നത്? അതിൽ കോൺഗ്രസിന്റെ പ്രതിനിധി പറയുമ്പോ ഞങ്ങൾക്ക് 4 മാസമേ കുടിശ്ശികയുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ അത് വേറെ പറഞ്ഞാൽ മതി. അതൊക്കെ കൃത്യമായ കണക്കും കാര്യമുണ്ട്. ഞാനതാണല്ലോ പറഞ്ഞത്. ഞാനെന്ത് പറയാനാ, കരികാല വൈഭവം. 7.5 വർഷക്കാലം കൊണ്ട്, 7.5 വർഷം എടുക്കണ്ട, 5 വർഷക്കാലം കൊണ്ട്, കഴിഞ്ഞ 5 വർഷക്കാലം ഈ ഗവൺമെന്റ് കാലത്തല്ല, 5 വർഷക്കാലം കൊണ്ട് 35,100. അല്ല, ഞാൻ പറയട്ടെ, എന്തിനാണോ ഇവരൊക്കെ അകത്തോട്ട് പറഞ്ഞു വിടുന്നത്? അവിടുന്ന് എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞു വിട്ടുകൂടെ? എല്ലാ കാര്യത്തിലും ഞാൻ പറഞ്ഞു പോകും. താങ്കൾക്ക് അഭിപ്രായം പിന്നീട് പറയാം. ഇത് നേരെ ചൊവ്വ പോകുന്ന ലക്ഷണില്ല. അല്ലാതെ ആ രീതി ശരിയല്ല. ഞാൻ ആ രീതിയിൽ താങ്കൾ പറഞ്ഞപ്പോ ഞാൻ ഇടപെട്ടിട്ടില്ല. ഒറ്റ കാര്യം ഇവന്റെ ഒരു കാര്യം നീഞ്ഞു വന്നേ. ദൈവത്തെ ഓർത്ത് ചതിക്കരുത്. ഈ 18 മാസത്തെ പെൻഷൻ കുടിശ്ശിക ഉണ്ടോ എന്നതിൽ എന്തെങ്കിലും രേഖ സജീഷിന്റെ പക്കൽ ഉണ്ടോ എന്നാണ് ഇന്ത്യയുടെ ചോദ്യം. ഇതേതാണ്ട് എലിക്കണിയിൽ സൂനവെട്ടതുപോലെ. കൃത്യമായി ഞാൻ പറയാം. അതായത് ഞാൻ നിന്റോ പറഞ്ഞ കാര്യത്തിനും ഞാൻ മറുപടി പറയും. എനിക്ക് ചില കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞു പോകേണ്ടതുണ്ട്. അതിനുശേഷം മാത്രം ആ കാര്യങ്ങൾ ക്ലാരിഫിക്കേഷൻ വരുത്താം. ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാനായിട്ട്. അല്ലാതെ തർക്കം നടത്തി എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അവസാനിപ്പിച്ചു പോകാമെന്ന് ആരും കരുതണ്ട. എന്താണ് ഈ 18 മാസത്തെ കുടിശ്ശിക എന്നത്? ഏതെങ്കിലും നിയമസഭാ രേഖകളിലോ അല്ലല്ല, ഞാൻ പറയട്ടെ 18 മാസം കൃത്യമായി കുടിശ്ശികയുണ്ടായിരുന്നു. എന്നാലും തന്റെ ഒരു തൊലിക്കെട്ടി സമ്മതിച്ചിരിക്കുന്നു. 18 മാസം കൃത്യമായി കുടിശ്ശികയുണ്ടായിരുന്നു. അത് കൊടുത്ത ബാങ്കുകളിലൂടെ പരിശോധിച്ചാൽ കൃത്യമായിട്ട് അറിയാം. ഞാൻ അതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. താൻ പറയില്ലല്ലേ? പറഞ്ഞാലല്ലേ പറയാൻ പറ്റൂ. സാധാരണ ആളുകൾക്ക് മനസ്സിലാക്കാൻ ഒറ്റ കാര്യം നോക്കിയാൽ മതി. 5 വർഷക്കാലം പിണറായി സർക്കാരിന്റെ കാലത്ത് നാട്ടുകാരുടെ ഭാഗ്യദോഷം, അല്ലാതെ എന്ത് പറയാനാ? അല്ലേ സാറേ? തർക്കമുള്ള ആളുകൾ തർക്കിച്ചോളൂ. ഒരു കാര്യം തർക്കിച്ചോളൂ. ലോകത്ത് പല കള്ളുടിയന്മാരെയും കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുപോലെ ഒരുത്തിന് ആദ്യമായിട്ടാണ് കാണുന്നത്. രാത്രി മനുഷ്യൻ കിടന്ന് ഉറങ്ങാനും സമ്മതിക്കത്തില്ല. പക്ഷെ ഞാൻ പറയുന്നതിന് ശേഷം ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ? വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. ഞാൻ രേഖയൊക്കെ വെച്ച് പറയും. തന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല. നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കോളൂ. ഞാൻ പറഞ്ഞിട്ടില്ല. അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് ഉടപിടിക്കുന്നു കേട്ടിട്ടേ. സമയം എത്ര വേണമെങ്കിൽ കൊടുത്തോ, ഞാൻ ഇടപെടില്ല. എന്റെ കയ്യിലുണ്ട്. ഞാൻ സംസാരിച്ചിട്ട് ഇടപെടരുത്. ഞാൻ വായിക്കാം. തമാശ പറയാതെ അല്ല, കാര്യമായിട്ട് പറഞ്ഞതാ. ആ താങ്കൾ രേഖയൊക്കെ വെച്ചോ. താങ്കൾ രേഖ വെച്ചോളൂ. എന്നാൽ ഈ ഉതുപ്പ് പ്രസിഡന്റിന് എന്നാ പറ്റിയേ? ഞാനിപ്പോൾ എന്റെ നീ നന്നാവില്ല. അത് താൻ പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ? ഞാൻ കള്ളം പറയില്ല, ഞാൻ കോൺഗ്രസ് അല്ല. കള്ളം പറയില്ല, ഞാൻ കോൺഗ്രസ് അല്ല. ഏതായാലും കള്ളി വെളിച്ചത്തായി. ഇനി എന്തിനാ സുഖി ഒളിച്ചു കളി? ഉള്ള കാര്യം തുറന്നു പറഞ്ഞാട്ടെ. ഒരു കാര്യം, ഒറ്റ കാര്യമേ അതിൽ ഞാൻ പറയുന്നുള്ളൂ. ബാക്കി കാര്യം എനിക്ക് പറയാനുണ്ട്. ഏറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവതാരകൻ അതിനുള്ള അവസരം തരണം. ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ മാത്രം കിടന്നു കറങ്ങാൻ ഇപ്പൊ പറ്റില്ല. അഭിപ്രായം ചോദിച്ചാൽ തനിക്ക് തോന്നുന്ന അഭിപ്രായമാണ് പറയുന്നത്.
പിന്നെ തനിക്ക് തോന്നിയ അഭിപ്രായം ഞാൻ പറയണം. ഒറ്റ കാര്യം, 5 വർഷം കൊണ്ട് ഒന്നാം പിണറായി സർക്കാർ 35,154 കോടിയാണ് കൊടുത്തത്. നിങ്ങൾ 5 വർഷം കൊണ്ട് ക്ഷേമ പെൻഷന് വേണ്ടി 9,000 കോടി രൂപയാണ് ചെലവഴിച്ചത്. ഇത് തമ്മിലുള്ള അന്തരം ആളുകൾക്ക് അറിയാം. 30 ലക്ഷത്തിൽ താഴെയാണ് നിങ്ങൾ അതെ, അത് പരിശോധിച്ചാൽ തന്നെ ആ കാര്യങ്ങൾ വ്യക്തമാണ്. രണ്ടാമത്തെ കാര്യങ്ങൾ, മറ്റു ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു കൊണ്ടുണ്ട്. ഇവിടെ ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് ഇവിടെ കേരളം എങ്ങനെയാണ് മുന്നേറിയത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അതായത് സാക്ഷരതയും സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞം, പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്ത്, അതുപോലെ തന്നെ അതിനുശേഷം ജനകീയ ആസൂത്രണം, നമ്മൾ ഇന്ന് കാണുന്ന പ്രാദേശിക വികസനം, രാജ്യത്തിന്റെ ഏത് ഭാഗത്തെങ്കിലും ഇതുപോലെ റോഡുകളും പൊതുവായ വികസനമുള്ള പ്രാദേശിക വികസനം കാണാൻ വേണ്ടി കഴിയും. അത് ജനകീയ ആസൂത്രണത്തിലൂടെ അധികാരം ജനങ്ങളിലേക്ക് എത്തിച്ചു. അതുപോലെ തന്നെ കുടുംബശ്രീ, ലോകത്തിന് മാതൃകയായ സ്ത്രീ ശാക്തീകരണ പ്രവർത്തനം. 50% സംവരണം സ്ത്രീകൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വന്നത് സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി. അതുപോലെ തന്നെ കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് 4 മിഷനുകളിലൂടെ മുന്നോട്ട് പോയത്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു നവകേരള ലക്ഷ്യവുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. പണ്ടാരം പിടിച്ച നാട്ടിൽ ഇനി ഞാനില്ല. എന്തത് കൊള്ളക്കാരനാണ്. കോൺഗ്രസ് ഭരിക്കുന്ന കോൺഗ്രസ് മുഖ്യമന്ത്രി, കർണാടകത്തിലെ മുഖ്യമന്ത്രി സ്ഥിരമായി ഉപയോഗിക്കുന്ന വാഹനത്തിന്റെ ജലപത്രിക വെൽഫെയർ എന്ന് പറയുന്ന വാഹനത്തിന് 1.2 കോടി രൂപയാണ്. ഒന്ന് മണപ്പിക്കുമ്പോഴേക്കും ആരുടെയെങ്കിലും ഒക്കെ പുറത്ത് കുതിര കയറാൻ തുടങ്ങുന്ന അസുഖം ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഈയിടെ വളരെ കൂടുന്നു. മുഖ്യമന്ത്രി, കർണാടകത്തിലെ കോൺഗ്രസ് മുഖ്യമന്ത്രി ഉപയോഗിക്കുന്ന വാഹനം 1.2 കോടി രൂപയുടേതാണ്. തമിഴ്നാട് മുഖ്യമന്ത്രി ഉപയോഗിക്കുന്നത് 2.64 കോടി രൂപയുടേതാണ്. ഇവൻ നമ്മക്ക് പണിയുണ്ടാക്കുമെന്നാണ് തോന്നണേ. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി BJP കാരനാണ് ഉപയോഗിക്കുന്നത് 2.29 കോടി രൂപയുടെ. ഒരു പെൻഷൻ ഒരുത്തനും കൊടുക്കുന്നില്ല. അതിലൊന്നും ഏടിയണ്ട. അവന്റെ സമനില തെറ്റിയിരിക്കുക. അല്ലല്ല, സമയക്കുറവുണ്ടെങ്കിലും ഇങ്ങനെ മറ്റുള്ളവർ ഇടപെട്ടാൽ എനിക്ക് പറഞ്ഞു തീർക്കാനുള്ള അവസരം ഉണ്ടാകണം. ഇത് വല്ല ഇടങ്ങേറായല്ല. ഇങ്ങനെ കോടിക്കണക്കിന് രൂപ സ്വന്തം വാഹനത്തിന് ചെലവഴിക്കുന്നതാണ് ഈ കോൺഗ്രസിന്റെയും BJPയുടെയും മുഖ്യമന്ത്രിമാർ. സ്വന്തം കഴിവുകേട് മറയ്ക്കാൻ ഉപകരണങ്ങളിൽ പരിചാരിക്കാം. പിന്നെ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ കേരളത്തോട് പറഞ്ഞു 2025 നവംബർ 1 ആകുമ്പോഴേക്ക് കേരളത്തിൽ അതിദരിദ്രരുണ്ടാവില്ല. ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനെ കുറച്ചൊക്കെ ഔചിത്യം. ഇപ്പോൾ അത് കുറച്ചു കൊണ്ടുവന്ന് 0.5% എത്തിച്ചു. ശരി, ഈ രാജ്യത്തിന്റെ മുഖ്യമന്ത്രിക്കോ, ഏതെങ്കിലും ഒരു കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിക്കോ, ഏതെങ്കിലും ഒരു BJPയുടെ മുഖ്യമന്ത്രിക്കോ തങ്ങളുടെ സംസ്ഥാനത്ത് ഒരു 10 വർഷം കൊണ്ട് അല്ലെങ്കിൽ 50 വർഷം കൊണ്ട് ഞങ്ങളുടെ സംസ്ഥാനത്ത് അതിദരിദ്രരുണ്ടാവില്ല എന്ന് പറയാനുള്ള ആർജവമുണ്ട്. ഒറ്റ അടി നിന്റെ കരട കുറ്റിക്ക് വെച്ച് തന്നാൽ പല്ല് താഴെ. രഞ്ജിത്തെ, 14ാം കേരള നിയമസഭയിൽ 5ാം സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യം നമ്പർ 371 പ്രകാരം ശ്രീ M സ്വരാജ് എന്ന് പറഞ്ഞ CPM-ന്റെ MLA അന്നത്തെ ധനകാര്യമന്ത്രി തോമസ് ഐസക്കിനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഈ സർക്കാർ അധികാരമേൽക്കുമ്പോൾ ക്ഷേമ പെൻഷനുകൾ എത്ര മാസം കുടിശ്ശികയുണ്ടായിരുന്നു എന്ന് തരംതിരിച്ച് പറയാമോ എന്ന്. അത് പ്രകാരം അത് തെറ്റായ രേഖയാണെങ്കിൽ ആദ്യം സജീഷ് പോയി തോമസ് ഐസക് എന്ന് പറഞ്ഞ അന്നത്തെ ധനകാര്യമന്ത്രിയുടെ ചെകിട്ടത്തോരണം കൊടുക്കണം. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. അമർത്തിയോ? അമർത്തി. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.